സനാതനധർമ്മ വിരുദ്ധ പരാമർശത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ. ഗോവിന്ദന്റെ നാക്ക് ആരോ വിലക്കെടുത്തു എന്ന് ശശികല ടീച്ചർ കുറ്റപ്പെടുത്തി. ഗോവിന്ദന്റെ വാക്കുകൾ അനാവശ്യമായി സനാതനധർമ്മികളെ പ്രകോപിപ്പിക്കുന്നു. ഇനിയും ഇത്തരം പ്രസ്താവന തുടരാൻ അനുവദിക്കില്ല എന്നും ടീച്ചർ ജനം ടിവിയോട് പറഞ്ഞു. അനഘ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഗോവിന്ദന്റെ നാക്കാരോ വിലക്കെടുത്തു എന്ന് ശശികല ടീച്ചർ പറയുന്നപ്പോൾ ഇതിന് പിന്നിൽ ഇതൊരു ഒറ്റപ്പെട്ടൊരു പരാമർശമായി കാണുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിങ്ങനെ അനുവദിക്കില്ല, ഇതിങ്ങനെ തുടർന്നു പോകാൻ അനുവദിക്കില്ല എന്ന കാര്യം കൂടിയാണ് വ്യക്തമാക്കുക. അപ്പോൾ എന്താണ് ഇതിന്മേൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെന്ന് കൂടി അവർ പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസമാണ് സനാതനധർമ്മത്തെയും ഹൈന്ദവ സമൂഹത്തെയും ബ്രാഹ്മണ സമൂഹത്തെയും ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നത്. ഇത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ശശികല ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദന്റെ നാക്ക് അത് മറ്റാരോ വിലക്കെടുത്തിരിക്കുന്നു എന്നതാണ്. അതായത് മറ്റാർക്കോ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സമൂഹത്തെ മാത്രം ഏകപക്ഷീയമായി എല്ലാ കാലത്തും അടച്ചാക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അത് മറ്റാർക്കോ വേണ്ടിയാണ്, മറ്റാരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശശികല ടീച്ചർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒരു സമൂഹത്തെ സനാതനധർമ്മ വിശ്വാസികളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് ഗോവിന്ദന്റെ പരാമർശം. അത് എന്തായാലും ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കില്ല. അതിനെതിരെ കൃത്യമായ രീതിയിൽ പോരാട്ടം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ശശികല ടീച്ചർ ഇന്ന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, CPM എല്ലാ കാലത്തും എടുത്തിരിക്കുന്ന നിലപാടുകൾ അത് എണ്ണി ശശികല ടീച്ചർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഗണപതി മിത്താണെന്ന വിഷയം, ആ വിഷയത്തിൽ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെയും ഹൈന്ദവ ദൈവങ്ങളെയും ഒന്നാകെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു ഗോവിന്ദന്റെ പരാമർശങ്ങൾ അന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഈ CPM എടുത്തിരിക്കുന്ന CPMന്റെ ഭാഗത്ത് നിന്ന് വന്ന ചില കാര്യങ്ങൾ അതും ഇന്ന് ശശികല ടീച്ചർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശബരിമല വിഷയം, ആ വിഷയത്തിൽ ഹൈന്ദവ സമൂഹത്തോട് എന്താണ് CPM കാണിച്ചിരിക്കുന്നത്? അത്തരത്തിൽ എല്ലാ വിഷയത്തിലും CPM എല്ലാ കാലത്തും ഒരു സമൂഹത്തോട് മാത്രം ഇത്തരത്തിൽ പെരുമാറുന്നതിന് പിന്നിൽ അത് മറ്റാരെയോ പ്രീണിപ്പിക്കാൻ, മറ്റാർക്കോ വേണ്ടിയാണ് എന്നാണ് ശശികല ടീച്ചർ ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോവിന്ദന്റെ നാക്ക് അത് മറ്റാരോ വിലക്കെടുത്തിരിക്കുന്നു എന്ന പരസ്യമായി തന്നെ കൃത്യമായി തന്നെ ശശികല ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഗോവിന്ദന്റെ പരാമർശം അത് കൃത്യമായി തന്നെ അതിനൊരു മറുപടി കൊടുക്കും. ഇത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തെയും ഹൈന്ദവ വിശ്വാസികളെയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ, സനാതനധർമ്മ വിശ്വാസികളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും. നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളടക്കം നീക്കാനുള്ള നീക്കമാണ് എന്തായാലും ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ശരി അനഘ. സനാതനധർമ്മികളെ പ്രകോപിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ തുടരാൻ അനുവദിക്കില്ല എന്നാണ് ശശികല ടീച്ചർ ജനം ടിവിയോട് വ്യക്തമാക്കിയത്.